ദി അൺസെൻസേർഡ് ഷോയിൽ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു കഥ ഇന്ന് വരെ മൂവി വിശേഷങ്ങളുമായി വിഷ്ണു ആൻഡ് മേത്തൽ ദേവിക. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. യെസ്, അപ്പൊ ആദ്യം തന്നെ ഡയറക്ടർ വെച്ച് തുടങ്ങാം. കഥ ഇന്ന് വരെ എങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് എത്തുന്നത്? ഇത് ആക്ച്വലി ഞാൻ മേപ്പടിയാന് ശേഷം ചെയ്യുന്ന എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പം ഞാൻ രണ്ടാമത് ഒരു വേറൊരു സിനിമ ചെയ്യാൻ, കുറച്ചുകൂടെ വലിയ സിനിമ ചെയ്യാനുള്ളൊരു പരിപാടിയിലായിരുന്നു. അപ്പോൾ അത് പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് തൽക്കാലം നടന്നില്ല. അപ്പം അതിനുശേഷം ഇത് ഞാൻ നേരത്തെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ നമ്മൾ പിന്നീടത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സിനിമയാണ്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ രണ്ടാമത്തെ സിനിമ നിലയിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കഥ, ഒരു സിനിമ നിലയിലാണ് പിന്നീട് ഇത് ചെയ്യാൻ തീരുമാനിച്ചതിലേക്ക് എത്തിയത്. നമ്മുടെ കൂടെ നമ്മുടെ ക്യാമറമാൻ ജോമോണ്ടി ജോൺ, എഡിറ്റർ ഷമീർ, നമ്മുടെ എല്ലാ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ വാഴയുടെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഇപ്പോൾ അവരിനകത്ത് കോ പ്രൊഡ്യൂസേഴ്സാണ് ഇമാജിൻ സിനിമാസ്, ഹാരിസ് ദേശം, പി ബി അനീഷ്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുപ്പുള്ളവരാണ്. അപ്പോൾ അവരോട് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇത് പ്രൊജക്റ്റായി, ഒരു സബ്ജക്റ്റ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടത് പ്രൊഡക്ഷൻ ചെയ്ത് ഞങ്ങൾ തന്നെ അങ്ങനെ ഒരു പ്രൊജക്റ്റാക്കി ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ ഈ രണ്ടാമത്തെ സിനിമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു പരിപാടി എന്ന നിലയിലാണ് അതിലേക്ക് എത്തിയത്. എന്താണ് ഈ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കഥയാണോ? അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വൺ ലൈൻ പറയാൻ പറ്റുമോ? നാട്ടിൻപുറത്ത് മാത്രം നടക്കുന്നതല്ല എന്ന് പറയാം, നാട്ടിൻപുറത്ത് നടക്കുന്നതാണ്. ഇതിനകത്ത് കേരളത്തിൻ്റെ 4 ജോഗ്രഫിക്കൽ ടെറൈൻ ഈ സിനിമയിൽ വരുന്നുണ്ട്. അതായത് ഹിൽ സ്റ്റേഷൻ, ബാക്ക് വാട്ടർ, ഗ്രാമം, സിറ്റി എല്ലാം വരുന്നുണ്ട്. കായൽ, കടൽ, മലനിരകളെല്ലാം ഉണ്ട്. അപ്പോൾ ജോഗ്രഫിക്കൽ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയാവുന്ന രീതിയിലാണ് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. ജോമൻചാറിനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. പുള്ളി കുറേ നാൾക്ക് ശേഷം, ഇപ്പോൾ ഹിന്ദി തമിഴ് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ നാൾക്ക് ശേഷം ക്യാമറ ചെയ്തൊരു പടം കൂടെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷ്വലിയും ഒക്കെ നല്ല രീതിയിലുള്ളൊരു സിനിമയാണ്. അപ്പൊ ഈ കഥ എഴുതിയ സമയത്ത് തന്നെ ഇന്ന ക്യാരക്ടേഴ്സിന് ഇന്ന ആളുകൾ എന്ന് മനസ്സിൽ ഓൾറെഡി ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് കഥ എഴുതി നമ്മൾ ഈ പ്രൊജക്റ്റ് കാര്യങ്ങൾ, പ്രൊഡക്ഷൻ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ആർട്ടിസ്റ്റുകൾ അങ്ങനെ വരുന്നത്. അപ്പം ഇപ്പോൾ ചേച്ചിയായാലും വെരി ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇതിലേക്കാണ്. പക്ഷെ അപ്രോച്ച് ചെയ്തത് ഒരു 1.5 വർഷം മുമ്പ്. അപ്പോൾ അന്ന് ആദ്യം പറഞ്ഞ് നോ പറഞ്ഞു. അതിനുശേഷം പിന്നീട് കുറേ നാളത്തെ അറ്റംപ്റ്റിന് ശേഷം ഒരുപാട് എഫേർട്ട് എടുത്ത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇന്നായത്. അപ്പോൾ അങ്ങനെ ആണ് സിനിമയുടെ കാസ്റ്റ്. പിന്നെ ബീച്ചേട്ടനൊക്കെ അങ്ങനെ ബീച്ചേട്ടനെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്ത് പുള്ളി ആദ്യം ഒരു ലൊക്കേഷനിൽ പോയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, ഇരിക്കുക, സ്ക്രിപ്റ്റ് കേൾക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഓക്കെ. പിന്നെ എന്തായാലും ഒരു 1.5 മാസം കഴിയാതെ പിന്നെ നടക്കില്ല. കാരണം വെച്ചാൽ പുള്ളി അത് കേൾക്കൽ തിരക്കേണ്ട നടക്കത്തില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് മാറി നിന്ന് വെറുതെ പിന്നീട് ഇങ്ങനെ ഞാനും ഹാരിസ് ഉണ്ട്, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ബീച്ചാറാണ്ട് നിന്നിട്ട് വെറുതെ വേറെ വിശേഷങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഇതിൻ്റെ കഥയുടെ 1-2 കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചിറക്കി. അപ്പോൾ പുള്ളി എന്നോട് ഞാടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ പുള്ളി പറഞ്ഞു നമുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഒരു 5 മിനിറ്റ്സിൽ സെറ്റ്. അതായത് ഒരു ഫുൾ പ്രോസസ്സ് മാറി. അതായത് കഥ കേൾക്കലും സ്ക്രിപ്റ്റ് വായിക്കലും പരിപാടികളൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണിത് സംഭവിക്കുന്നത്. അപ്പം എനിക്കറിയാം മേത്തൽ ദേവിക എന്ന് പറയുന്ന ഒരു ഡാൻസറിന് അത്രയും വലിയ ഫോളോവേഴ്സ് ഉണ്ട്. ഈവൻ ഞാനും വലിയൊരു ഫാനാണ്. അപ്പം എന്നായിരിക്കും ബിഗ് സ്ക്രീനിലേക്ക് വരിക എന്നൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. അപ്പം എന്താണ് റീസൺ വൈ കഥ ഇന്ന് വരെ ഇതിൽ ഞാൻ ചെയ്യാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു റീസൺ എന്താണ്? അയ്യോ, അത് ആക്ച്വലി അതിൻ്റെ ഒരു ഇതുണ്ട്. ഞാനത് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് പിന്നീട് എന്തുകൊണ്ടാണ് പറയാനുള്ളത്. അതായത് ഞാനിത് ആദ്യം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ നമ്മൾ ആ ക്യാരക്ടറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്ത ഒരു സിനിമാ താരമല്ലാത്ത ആ ഏജ് കാറ്റഗറിയിൽ വരുന്ന ഒരാൾ, എന്നാൽ പബ്ലിക് ആൾക്കാർക്ക് അറിയുന്ന ഒരു ഇമേജൊക്കെ ഉള്ള ഒരാൾ വരണം ആ ക്യാരക്ടർ എന്നൊരു ഇത് ക്രൈറ്റീരിയ വെച്ചാണ് നോക്കിയത്. അപ്പം അങ്ങനെ ഓപ്ഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ മേതിൽ ദേവിക എന്നൊരു ഓപ്ഷനിലെത്തി. ശേഷം ഞാനും നമ്മുടെ ക്യാമറാമാൻ ജോമോണ്ടി ജോണുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടാണ് ഞങ്ങളിത് സംസാരിക്കുന്നത്. കാലടി യൂണിവേഴ്സിറ്റിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എല്ലാ കാര്യമായിട്ട് ശാന്തമായിട്ടെല്ലാം കേട്ടു, കഥ കേട്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം ശേഷം പറഞ്ഞു ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഞാൻ സിനിമ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒന്നുമില്ല. അപ്പം അത് ഒരാളിപ്പം എനിക്കത് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടാണ്. ഞാൻ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിനകത്ത് നമുക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് പോയി. പക്ഷേ അതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി അറിയുന്നത് ഈ പറഞ്ഞ പോലെ കുറേ സിനിമകളിൽ, അത് എനിക്ക് 16 വയസ്സ് മുതൽ സിനിമകളിൽ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. പല ഡയറക്ടേഴ്സ് വീട്ടിൽ പോയി. ഇന്നിപ്പോൾ ഞാൻ അന്ന് എനിക്കറിയില്ലായിരുന്നു. അതായത് ഇത് സിനിമയിലേക്ക് അങ്ങനെ അത്രയും വിളിച്ചെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചത് നമ്മളാണ് ആദ്യമായിട്ടൊരു സിനിമ
അടിച്ചത്. അപ്പോൾ ഒരു സിനിമയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയി പോയി. അത് കഴിഞ്ഞ് ആ സമയത്തും വേറെ സ്ക്രിപ്റ്റുകളൊക്കെ ആയിട്ട് ആൾക്കാർ അപ്രോച്ച് ചെയ്തത്. അതൊന്നും അത് പിന്നെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ടാണ് പിന്നെ അപ്പൊ എത്രത്തോളം എഫേർട്ട് അല്ലെങ്കിൽ ഒരാള് ഇപ്പൊ നമ്മളോട് മാത്രമല്ല ഇങ്ങനെ അത്രയും നോ പറഞ്ഞിരിക്കുന്ന ഒരാളെ കൊണ്ടുവരാൻ എളുപ്പമല്ലല്ലോ. അതന്നെ, അതെങ്ങനെ സാധിച്ചെടുത്തു എന്നാണ് എനിക്ക് ചോദിക്കാൻ. പിന്നെ ആക്ച്വലി ഇതിന്റെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് എവിടെയാന്ന് വെച്ചാല് കുറെ നാൾ ഇപ്പൊ ഞങ്ങളിങ്ങനെ വാട്സപ്പ് ഇത് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ടച്ചിലുണ്ടായിരുന്നു. അപ്പൊ കുറെ നാൾക്ക് ശേഷം എപ്പോഴും എനിക്കൊരു മെസ്സേജ് അയച്ച് എന്താ പറയാ, അമ്മയോട് ഞാൻ ഈ കഥ പറഞ്ഞു, അപ്പൊ അമ്മയ്ക്ക് നിങ്ങളുടെ കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. അപ്പൊ അവിടെ എനിക്ക് തോന്നിയ ഒരു ചാൻസ് അതൊരു കോൺവെർസേഷന്റെ ഇടയിൽ കൂടെ പറഞ്ഞതാണ്. അത് മാത്രം സീറോ അപ്പൊ എനിക്കത് പക്ഷെ നമ്മുടെ പോയിന്റ് ആണല്ലോ, നമുക്ക് അത് കിട്ടിയതാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ അതെനിക്ക് കിട്ടി. അപ്പൊ ഞാൻ പിന്നെയാണ് വീണ്ടും എന്താ പറയുക ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്കത് കുറെ നാളുണ്ട്. അവസാനം സംഭവിക്കുന്നത് വെച്ചാല് ഒരു സ്റ്റേജിലും ഇല്ല 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 നോ നോ തന്നെയായിരുന്നു. സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് അതായത് ഒരു 12-ാം തീയതിയാണ് ഷൂട്ട്, ബീച്ചേട്ടൻ്റെ ഡേറ്റ് അന്ന് മുതലാണ്. അപ്പൊ അങ്ങനെ ബീച്ചേട്ടൻ ജോയിൻ ചെയ്യുമ്പോൾ മുതൽ ഈ ക്യാരക്ടറിന് കോമ്പിനേഷൻ സാധനമാണ്. അപ്പം ഇതിനിടയ്ക്ക് ആക്ച്വലി എൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പം കല്യാണം അതുമായി ബന്ധപ്പെട്ട ചടങ്ങ് കഴിഞ്ഞ് 7-ാം തീയതി ഞാൻ ഫ്രീ ആയിട്ട് 8-ാം തീയതി ഞാൻ പോയിട്ട് കണ്ട് സംസാരിക്കുകയാണ് ഇത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പോയിട്ട് ഒന്ന് ഞങ്ങൾ 2-3 മണിക്കൂർ സംസാരിച്ചു. ഒരു രക്ഷയില്ല, ഓക്കെ ഇല്ല, ഒരു പേഴ്സൺ ഇതുപോലെ ഇല്ല. ഞാൻ 9-ാം തീയതി വീണ്ടും പോയി. 9-ാം തീയതി വീണ്ടും പോയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കോസ്റ്റ്യൂം വണ്ടി ഉൾപ്പെടെയായിട്ടാണ് പോയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 ദിവസമുള്ളൂ ഷൂട്ട് ചെയ്യാൻ. അതായത് പ്ലാൻ ബി ഇല്ല, വേറെ ഓപ്ഷൻ വെച്ചിട്ടില്ല. അപ്പം എനിക്ക് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 5% പോലും അപ്പോഴും ഓക്കെ അല്ല. ആ ഇരിപ്പിൽ ഞങ്ങൾ ഏകദേശം 4-4.75 മണിക്കൂറോളം സംസാരിച്ച് എന്തൊക്കെയാണ് സിനിമ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ ഓരോന്നും ഞാൻ അതിന് സൊല്യൂഷൻ പറഞ്ഞ് ലാസ്റ്റിലെ ഒരു മൊമെന്റിൽ ഇങ്ങനെ നോക്കാന്ന് പറഞ്ഞപ്പോഴത്തേന് നമ്മുടെ ആൾക്കാരെല്ലാം വീട്ടിൽ കയറി കോസ്റ്റ്യൂമിന് മെഷർമെന്റ് എടുക്കുന്നത് 15 ആൾക്കാർ. ഞാനൊന്നും മൂളിയില്ല. പിന്നെ ഒന്നും ആലോചിക്കാൻ സമയം കൊടുത്തില്ല. കോസ്റ്റ്യൂം മെഷർമെന്റ് എടുക്കുന്നു, പിന്നെ ആൾക്കാർ വരുന്നതെല്ലാം ഞാൻ പിന്നെ അപ്പൊ തന്നെ ലൊക്കേഷൻ കാണില്ല, പിന്നെ പോയേ എന്നിട്ട് പോയി എല്ലാ കാര്യങ്ങളും നോക്കുന്നു. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും എനിക്ക് മെസ്സേജ്, ഇതൊന്നും ശരിയാവില്ല, കോസ്റ്റ്യൂം ഒന്നും സെറ്റ് ആവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി വാങ്ങിച്ചോളൂ, നമ്മുടെ ആൾക്കാർ കൂടെ വരും, സാരി വേണമെന്നേ ഉള്ളൂ, ബാക്കി എന്താന്ന് വെച്ചാൽ. ഇതങ്ങനെ സ്വന്തമായിട്ട് തന്നെയാണ് കോസ്റ്റ്യൂം പർച്ചേസ് ഒക്കെ നടത്തിയത്. അപ്പൊ ഇത്രയും ഒരു സ്റ്റോറി ബാക്കിലുണ്ട്. മാമിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും കേൾക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. പലതും എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ പലതും വളരെ ഇമ്പൾസീവായി ചെയ്യുന്ന വ്യക്തികളാണ്, ആസ് യു ഓൾ നോ. പക്ഷെ ഈവൻ വർക്ക് പക്ഷെ അത് കൂടുതൽ ചിന്തിക്കാണ്ട് ചെയ്യുന്നതിന് ചില പ്രത്യേകതകൾ വരാറുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ചിന്തിക്കുമ്പോൾ പ്രശ്നമാണ്. സോ എനിക്ക് കഥ ആദ്യം വന്ന് പറഞ്ഞപ്പോൾ കഥയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു സ്വീറ്റ് റോളാണ്, അതിലൊരു സ്വീറ്റ്നെസ് ഫ്രഷ്നെസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഭയങ്കര വലിയ ഞാൻ ഒരു സ്ട്രോങ് ക്യാരക്ടർ അതൊന്നുമല്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാനൊരു വേറൊരു ഫീൽഡാണല്ലോ സിനിമ. അതിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഒരു സേഫ് സ്റ്റെപ്പായിട്ട് എനിക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു ടീം, ഒരു കഥ, അതിലൊക്കെ ഇത് ഇങ്ങനെ പെടണം. അപ്പം പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു വിഷ്ണുന്ന് ഞാൻ സെൻസ് എപ്പോഴും അങ്ങനെയാണ് ഞാൻ സെൻസ് ചെയ്യും, ഇവർക്ക് എന്നെ എത്ര വേണം എന്നുള്ളത്. ആൻഡ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് 2 വർഷം പുറകെ നടന്നിട്ട് ഞാൻ അവരെ എൻ്റെ ശിഷ്യയാക്കിയതാണ്. എനിക്കാകെ 10-12 പിള്ളേരേ ഉള്ളൂ കേട്ടോ. ബട്ട് ദാറ്റ് ഈസ് ഹൗ ഐ ആം. എനിക്ക് തോന്നാറുണ്ട് അത് അത്രയും വേണമെന്നുണ്ടെങ്കിൽ പുറകെ നടത്തിക്കാനല്ല, ബട്ട് ഇറ്റ് വർക്ക്സ്. സോ കല്യാണം ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ കല്യാണം വിഷ്ണു വേഗം വിഷ്ണുവിൻ്റെ കല്യാണ പത്രം ഇൻവൈറ്റ് ചെയ്തൊന്നുമില്ല, അതവിടെ വെച്ച് ഇതിവിടെ ഇരിക്കട്ടെ, ഇപ്രാവശ്യം കണ്ടോളൂ, കണ്ടില്ലെങ്കിലും വരുമൊന്നുമില്ല, ഞാൻ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു പറഞ്ഞിട്ട് പ്രീവിയസ്ലി കുറച്ച് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രീവിയസ് സ്കെഡ്യൂളിൻ്റെ ഉണ്ടായിരുന്നു, അത് കാണിച്ചു തന്നു. അതാണല്ലോ നമ്മളപ്പോൾ ഒരാൾ അതിൻ്റെ ഒരു ബേസിക് ലുക്ക്, എസ്തെറ്റിക്സ്, ക്യാമറ ഫീൽ, അതെനിക്ക് വളരെ ടാഞ്ചിബിളായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് എ സ്റ്റോറി വളരെ ടാഞ്ചിബിളായിട്ട് കാണിച്ചു.
ഐ തോട്ട് ഓക്കെ മേ ബി അത് ചെയ്താൽ കുഴപ്പമൊന്നും വരില്ല, ബട്ട് എന്തായാലും ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു നമ്മൾ വേണം ആൻഡ് നമ്മൾ പറയുന്ന ഒരു കൺവീനിയൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. പിന്നെ ഞാൻ നോ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, അൺലെസ് ഐ ഡെന്റ് ലൈക്ക് ദ ടീം ഓർ ദി സ്ക്രിപ്റ്റ് റൈറ്റ്. സോ ആക്ച്വലി കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു, എന്തിനാണ് ഞാൻ, എന്താണ്, എവിടെയാണ്, എന്തിന്, ഇതിനെല്ലാം ഞാൻ ആൻസർ കൊടുത്ത് പിന്നെ ഞാനിത് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ അതാണ്, എനിക്കിങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എനിക്കിങ്ങനെ പറ്റില്ല, നിങ്ങളുടെ സമയം പറ്റില്ല, ഞാൻ എല്ലാത്തിനും സൊല്യൂഷൻ കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ഇൻഫാക്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്, ബട്ട് ഹി അഡ്ജസ്റ്റഡ് സോ മച്ച് റൈറ്റ്. അപ്പൊ അത് ഒരു വ്യക്തി നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ചെയ്താൽ അത് ജാടയണം ഇതായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ട്? ഫസ്റ്റ് ഡേ ഹൗ വാസ് ഇറ്റ്? ആക്ച്വലി സി ഞാൻ സ്റ്റേജിൽ ഐ ഓൾവേസ് തിങ്ക് ഐ എം എൻ ആക്ടർ ഓൺ സ്റ്റേജ്. പിന്നെ എനിക്ക് ബേസിക്കലി ഇതിൻ്റെ നമ്മൾ ഇരിക്കുന്ന ഫ്രെയിം സെൻസ്, അതേപോലെ എത്ര അനങ്ങണം, മൂവ്മെൻറ്റ് എത്ര വേണം, ഇത് മാത്രമേ പിന്നെ എനിക്കൊരു വിഷയം ആവുന്നുള്ളൂ. എന്താ വെച്ചാൽ നമ്മുടെ ആ സ്പേസ് അല്ലല്ലോ ഈ സ്പേസ്, എത്ര അളവിന്. സോ ആക്ച്വലി എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഇല്ല. ഞാൻ പിന്നെ ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ തമ്മിൽ മറ്റേ ഐ കോണ്ടാക്ട് വരാത്ത രീതിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതായത് ഞാൻ ദൂരെ അവിടെ മറ്റേ മോണിറ്റർ ദൂരെ വെച്ചിട്ട് പാത്തിരുന്നിട്ട്, കാരണം വെച്ചാൽ എപ്പോ വേണമെങ്കിലും ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയാൽ എന്ത് ചെയ്യുന്നത് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വളരെ കെയർഫുൾ ആയിട്ട് ഞാൻ അടുത്തോട്ട് പോവില്ല, ഞാൻ ദൂരെ മാറി ഇരുന്നിട്ട് അങ്ങനെ ഇത്. പക്ഷെ നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്, കെയർഫുൾ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യണം, അങ്ങനെ കൂടെ ആൾക്കാരെ എല്ലാവരോടും അങ്ങനെ വെച്ചിട്ട്. ഈ പറഞ്ഞാലേ നമ്മൾ ഒരാളെ കൺവിൻസ് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കാര്യം വേണേലും പറയാം, നമുക്ക് ഓഫർ ചെയ്യാം. പക്ഷെ ഇത് നടപ്പിലാക്കുക അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നതും കൂടെ ഒരു ടാസ്ക് ആണല്ലോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അപ്പൊ അതങ്ങനെ തന്നെ നമ്മൾ സിനിമ ഷൂട്ടിന് വന്നപ്പോഴും ചെയ്തപ്പോഴും അതിനുശേഷം എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ആക്ട് ചെയ്തിട്ട്. ആക്ടിങ് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് മറ്റേ അണ്ണാങ്കുഞ്ഞിനും പരങ്കേറ്റം പഠിപ്പിക്കണമെന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പോയി മേതിൽ ദേവിക്ക് അവരെ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ക്യാരക്ടർ ഇതാണ്, എനിക്ക് ഇങ്ങനെ ആവശ്യമുള്ള കാര്യം ഇതാണ്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ചെയ്യുമ്പോഴും ഇപ്പൊ ഈ ക്യാരക്ടർ വേറെ ആൾ ചെയ്താൽ വേറെ രീതിയിലായിരിക്കും. ഇപ്പൊ ഓരോരുത്തർ അവരുടെ രീതിയിലാണ് ചെയ്യുക. അപ്പൊ നമ്മുടെ ക്യാരക്ടർ എന്തെന്ന് പറഞ്ഞു കൊടുത്തു, അത് അങ്ങനെ തന്നെ ചെയ്തു. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, വലിയ ഭയങ്കര പെർഫോമൻസ് ചെയ്യുന്ന. അപ്പൊ എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ഈ റോളിന് മൈഥിലി ദേവിയെ വിളിക്കുന്ന എന്താണ്, അപ്പം അത്രയും ഭയങ്കര അഭിനയമുള്ള റോളാണോ? അപ്പൊ ഞാൻ പറഞ്ഞ ഒരു അഭിനയം അങ്ങനെ. ഇതിനകത്ത് ചെയ്യുന്ന ഒരു സർക്കാർ ഓഫീസിലെ ഒരു ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥയുടെ റോളാണ്. അപ്പൊ അതിനകത്ത് സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ റോളാണ്. അതിനകത്ത് വലിയ ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ല, അങ്ങനത്തെ വലിയ അങ്ങനൊന്നും അല്ല, ഒരു ആണ്. പിന്നെ പക്ഷെ അത് ചെയ്യുന്നതിന് അതിനൊരു ബ്യൂട്ടി ഉണ്ടല്ലോ. അതായത് അതിനെ പ്രസന്റ് ചെയ്യുന്ന സ്റ്റേജിൽ വരും, ഈ സ്ക്രീനിൽ വരുമ്പോൾ അതിന്റെ സ്ക്രീൻ പ്രസൻസ്, പിന്നെ ഈ ഫ്രഷ്നസ്, പിന്നെ വീഴ്ചേട്ടൻ ഇവർ തമ്മിലെടുക്കുമ്പോൾ അപ്പൊ നമ്മൾ സൈഡിൽ നമ്മൾ പല കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് വർക്ക് ആവുന്നൊന്ന് മാത്രമാണ് നമ്മൾ നോക്കുക, അതല്ലാതെ ഭയങ്കര അപ്പൊ അത് നൈസായിട്ട് തന്നെ നല്ല രീതിയിൽ അതിന് പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യത്തെ നമ്മൾ കുറച്ച് സാധനം ഷൂട്ട് ചെയ്ത് തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്കത് ഓക്കെയാണ്. പിന്നെ അതുപോലെ അങ്ങനെ വലിയ ഞാൻ പറഞ്ഞില്ല പെർഫോമൻസിന്റെ കാര്യത്തിലോ, പിന്നെ ഒരുപാട് വെച്ച് വെക്കുന്ന ഡാൻസ്, പിന്നെ ഡാൻസിന് പ്രത്യേകതയുള്ള റോൾ കൊണ്ടാണോ, അതുമല്ല, ഡാൻസും ഇല്ല ഇതിനകത്ത്. അപ്പൊ സാധാരണ പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുള്ളിക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നമ്മൾ പറയുന്ന കാര്യത്തിൽ ശരിയുണ്ടെന്ന് തോന്നി. അപ്പൊ അത് തുടങ്ങി ഇപ്പൊ ഈ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഈ പ്രൊമോഷനിൽ എത്തിയിരിക്കുമ്പോ വരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്കും അതേപോലെ പാലിക്കാൻ പറ്റി. അതേപോലെ ആ ഒരു ഇതാണ് എനിക്ക്. ഐ വാസ് നോട്ട് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് മൈ സെൽഫ്. നമ്മൾ ഇപ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റേജിൽ. നമുക്ക് മൊത്തത്തിൽ പറയുമ്പോൾ മൊത്തത്തിൽ നോക്കുകയും എന്നെ ആ പ്ലേസിൽ എനിക്ക് പൊസിഷൻ ചെയ്താൽ അതിന് എന്തായിരിക്കും ഒരു യുനോ അത് ഓക്കെ ആണോ. ആൻഡ് ഐ ആക്ച്വലി പലപ്പോഴും എനിക്ക് സ്ക്രിപ്റ്റ്സ് വരുമ്പോൾ എനിക്ക് എന്നെ പ്ലേസ് ചെയ്യാൻ പറ്റാറില്ല. ആൻഡ് അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിൽ ഈ വിഷ്വൽ സ്കില്ലുള്ളത് കൊണ്ടാണ്, റൈറ്റ്. സോ ഹിയർ ഞാനിവിടെ എൻ്റെ ഓൺ സ്റ്റേജിൽ ഈ ഇന്ദ്രനായിട്ടും രാവണനായിട്ടും ഐരാവതമൊക്കെ ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി വളരെ ലളിതമായിട്ടുള്ള സാധനം വളരെ ഇതിന്നൊക്കെ ഓഫ് ട്രാക്കായി ചെയ്യാനാണ് താല്പര്യം. എനിക്കൊരു ഡാൻസറിൻ്റെ റോൾ കൊണ്ടുവന്ന് ഞാൻ ചെയ്യില്ല. എന്താ വെച്ചാൽ അതിനേക്കാട്ടിലും വലിയ സംഭവങ്ങൾ നമ്മൾ സ്റ്റേജിൽ ചെയ്തിരിക്കുന്നു, റൈറ്റ്. സോ ഇറ്റ് ഈസ് വെരി എന്താ പറയുക, ഇറ്റ്സ് വെരി ഫണ്ണി ദാറ്റ്
പലപ്പോഴും അത്തരം പ്രീ കൺസീവ് നോഷൻസോടെ പലരും വരുമ്പോൾ ഇതൊന്നും തികച്ചും വ്യത്യാസമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈവൻ നമ്മൾ ആ പോസ്റ്റർ കാണുമ്പോഴും ഒരു ഡാൻസർ അല്ല എന്നുള്ളത് ആ ഒരു കോസ്റ്റ്യൂം നമുക്ക് മനസ്സിലാവും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഐ വാസ് ലൈക്ക് യെസ്, കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറിലാണ് ഇവൻ നമ്മളും എന്താ പറയണ്ടേ ഇഷ്ടം കാണാൻ എന്നുള്ളൊരു ഫീൽ. പിന്നെ ബിജു ചേട്ടനെ പറയുമ്പോൾ ബിജു ചേട്ടൻ്റെ കൂടെ ഒരു വർക്കിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു. ഫുൾ തമാശയായിരുന്നു. കാരണം തമാശ പറയാൻ എന്നോടായിട്ടില്ല. പുള്ളി വളരെ സീരിയസ് ആണല്ലോ. ഐ മീൻ ഓഫ് സെറ്റ്. സോ ഇറ്റ് വാസ് ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് വാസ് ഈസി ആക്ച്വലി. എനിക്ക് ഒരു എന്താ പറയുക, ബീച്ചേട്ടൻ എപ്പോഴും പുള്ളിയുടെ ഒരു കംഫർട്ട് സോണിലാണ്. പുള്ളി ഭയങ്കര തമാശയും ഭയങ്കര ഇതായിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ആളാണ്. അപ്പം പുള്ളി അങ്ങനത്തെ ഒരു കംഫർട്ട് സോണിൽ മാത്രമേ തമാശ പറയുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആയിരിക്കും. അപ്പം നമ്മള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ നമ്മുടെ ആദ്യമായിട്ടാണല്ലോ, അപ്പൊ ഒരു നേരത്തെ പരിചയമുള്ള അങ്ങനത്തെ ആളൊന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഏത് മീറ്ററിൽ ഹാൻഡിൽ ചെയ്യണം അറിയാം. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഞാൻ തന്നെ ചില കാര്യങ്ങൾ ചേട്ടാ ഞാൻ ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ സാധനം ചില പറയും വേണ്ട അത് വേണ്ട, അത് പിന്നെ നമ്മുടെ ആ ക്യാരക്ടർ ഭയങ്കര ഇതാണ്. അപ്പൊ അവര് പിള്ളേളങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ പിടിക്കണ്ട എന്നുള്ളൊരു ഇതിലാണ് പറയാ. അപ്പം എന്താണ് അങ്ങനെ ഭയങ്കര തമാശ ഉള്ള രീതിയിൽ അങ്ങനത്തെ ഒരു മൂഡ് ആയിരുന്നില്ല. സീരിയസ്ലി അതാണ് അത് ഡിഫിക്കൽട്ട് ആണല്ലേ. നമ്മള് എല്ലാരും അവരുടെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ, സംസാരിക്കാനുള്ള പക്ഷെ ഭയങ്കരമായിട്ട് അങ്ങനെ തമാശ പറഞ്ഞിരിക്കുന്ന അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് അദ്ദേഹത്തിന് അത്രയും പരിചയമുള്ള ഈ പറയുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് അനാലിസിസ് ഇറ്റ്സ് ലൈക്ക് ഹായ് ഹായ് ഹൗ ആർ യു. ഇപ്പം കൊറേ സിനിമകൾക്ക് നോ പറഞ്ഞപ്പോ ഇതിനോട് യെസ് പറഞ്ഞപ്പം ആ നോ പറഞ്ഞ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വന്നതും നോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സിനിമയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നൊരു 3-4 സിനിമകള് എന്നോട് തന്നെ ആൾക്കാർ, അതും ചെറിയ സിനിമകളല്ല, സൂപ്പർ സ്റ്റാർ വലിയ സിനിമകൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. വലിയ ഇതിനെ എന്നെ തന്നെ വിളിച്ച നമ്പർ വാങ്ങിച്ചൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും കഥ പോലും കേട്ടിട്ടുമില്ല. എന്ന് വെച്ചാൽ 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ പലരും ചിലപ്പോൾ വിചാരിക്കും സിനിമ ചെയ്തല്ലോ പിന്നെ എന്താണ് സിനിമ, അതിനാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ആക്ച്വലി അത് നമ്മൾ പോയി കഥ പറഞ്ഞ അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞ ഒരു 1.25 വർഷത്തെ എഫേർട്ടും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു എസ്സിലും അല്ല, ഒരു ഹാഫ് എസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ആക്കി. പക്ഷെ ഒരു ഷൂട്ട് കഴിഞ്ഞപ്പോഴായിരിക്കും തിരിച്ചറിഞ്ഞത് ഞാൻ സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞു. ഞാൻ മനസ്സിൽ ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്ന മുമ്പ് ഷൂട്ടും കഴിഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ അത്രയും ഇതിലാണ് നമ്മൾ നിന്നിട്ട് ചെയ്തത്. അപ്പൊ കാരണം ഒരാള് വെറുതെ ഇതിലല്ല, ഞാൻ പറഞ്ഞ ഒരു 10-16 വയസ്സ് മുതൽ ഒരുപാട് സിനിമകളിൽ ഇപ്പൊ പല ഇതില് വലിയ ഡയറക്ടേഴ്സ് വീട്ടിൽ ചെന്നിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഒഴിച്ചിട്ട് പോലും വരാതിരുന്ന ഞാൻ പോലും എനിക്കിപ്പോ കൊറേ വരുന്നോണ്ട് ആരാന്നൊന്നും അറിയുന്നില്ല. ഇദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എന്നോട് വലിയ ഡയറക്ടർ ഇവിടെ വലിയ ഹിറ്റ് പടം ചെയ്ത ആളിപ്പോ ഞാനിങ്ങനെ റാൻഡമായിട്ട് ഞങ്ങൾ തമ്മിൽ വേറെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ പ്രൊജക്ട് എന്നോട് ബീച്ചറിനല്ല വേറെ ആരാ നമ്മളിങ്ങനെ ഓൾറെഡി മേതിൽ ദേവിക നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആള് വന്ന് നല്ലതായിരിക്കും വെച്ച് പറഞ്ഞു. അതൊക്കെ തിന്നാൻ നല്ലതായിരിക്കും പക്ഷെ വരത്തില്ല. അപ്പൊ ഞാൻ എന്താ അല്ല ഞങ്ങൾ ആ പടത്ത് അതായത് ഹിറ്റ് അതുപോലത്തെ ഇവിടുത്തെ വലിയ ആക്ടർ ചെയ്ത ഫീമെയിൽ ക്യാരക്ടർ ചെയ്ത അപ്പൊ ആ റോളിന് ഞങ്ങള് നോക്കിയാണ്. അപ്പൊ പുള്ളിക്കാർ സിനിമ ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇത്രയും വലിയ ആക്ടർ ഡയറക്ടർ ഈ അങ്ങനത്തെ ഒരു പടത്തിന് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മള് നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ പറഞ്ഞാൽ ഓരോന്നിനും ഓരോ നിമിത്തങ്ങളുണ്ടല്ലോ അവരെയൊക്കെ. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഈ സിനിമ തുടങ്ങിയപ്പോൾ മുതലേ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് മുതലേ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് എല്ലാ കാര്യത്തിലും കിട്ടാം. അപ്പൊ ഞാൻ എന്നോട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും ആൾക്കാരും നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ എല്ലാവരും ചോദിച്ചു നീ എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഷൂട്ട് ചെയ്യുന്നതിന് 3 ദിവസം മുമ്പ് വരെ ഈ ഇതിന് നായിക എന്ന് പറയുന്ന ഒരാളെ നമ്മള് ഫിക്സ് ചെയ്തിട്ടില്ല. പ്ലാൻ ബി ഇല്ല. എന്താ പ്രശ്നം അറിയോ, നമ്മള് പ്ലാൻ ബി ചിന്തിക്കുമ്പോ ഞാൻ 1-2 പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മളുടെ ഒരു ബെഞ്ച് മാർക്ക് ഇട്ടിരിക്കുകയാണല്ലോ ഒരാളെ കാസ്റ്റ് ചെയ്ത്. അതിന് പകരം റീപ്ലേസ് ചെയ്യാൻ ചിലപ്പം നമ്മളിങ്ങനെ ഒരാളെ ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും നോക്കാം. പക്ഷെ ഈ ഒരു മൈൻഡ് സെറ്റ് ഇവിടെ ഇരിക്കുമ്പം വേറെ ആരെ ചിന്തിച്ചിട്ട് നമ്മളതിൽ ഹാപ്പി ആവുന്നില്ല.
ഇങ്ങനെ വെറുതെ അറിയാം. പിന്നെ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോയതും ഇല്ല ഒന്നും. അപ്പം എനിക്ക് ഇത് ആവുമായിരിക്കും, ഒക്കെ ആവുമായിരിക്കും, പക്ഷെ അതിന് കുറച്ച് പണി എടുക്കേണ്ടി വന്നു എന്നുള്ള ഇതില് അങ്ങനെ അങ്ങനെ പോയി. എന്തായാലും ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമല്ലോ എന്തെങ്കിലും കാര്യത്തിൽ. അങ്ങനെ വന്നു. എന്തായാലും അതൊരു എന്നെ ഞാൻ പറയാം, ഈ സിനിമ ചെയ്യാൻ ഞാൻ ഏറ്റവും എഫേർട്ട് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരാളെ ഈ സിനിമയെ കൊണ്ടുവരാനാണ്. മറ്റൊരു I don't know if that's a compliment or അല്ല, ഞാൻ മറ്റുള്ള കാര്യത്തിൽ ഞാൻ അത്രയും നമുക്ക് ഞാൻ പറയല്ലേ, മറ്റേ ഒരു വെള്ളം കുടിക്കാൻ ഗ്യാപ്പ് എടുക്കാതെ ഞാൻ 3-4 മണിക്കൂർ സംസാരിക്കുന്നത്. അപ്പൊ അത്രയും എന്താ പറയാ, ഏത് മൊമെന്റിലാണ്. പിന്നെ വേറൊരു ഓപ്ഷൻ നമുക്ക് മറ്റൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാലാണ്. എനിക്ക് ഇതില്ലെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകും, വേറെ മാർഗം. ഞാൻ അങ്ങനെ നോ പറഞ്ഞെങ്കിൽ വീട്ടിലിങ്ങനെ ഇവിടെ കിടക്കും, എന്റെ ചവിട്ടിയെ പുറത്തു പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനത്തെ ഒരു സാഹചര്യം. അതിന് മുമ്പ് കുറച്ച് അതിഭീകരമായിട്ടുള്ള സ്ക്രിപ്റ്റ് വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു പണ്ട് മുതലേ സിനിമയിൽ നിന്ന് കോൾസ് വന്നിട്ടില്ലേ അല്ലേ? അതായത് പണ്ട് 90s എടുത്ത് നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് അതൊക്കെ എന്റെ ഒരു സത്യമാണ് 15-16 ഞാൻ ഹൈസ്കൂൾ മുതൽ കാബൂളിവാല ഒരുപാട് സിനിമകളിൽ അവര് ഹോം ശേഷം ഒരുപാട് പടങ്ങൾ. ഇപ്പൊ ലാസ്റ്റ് നമ്മള് ഞാൻ ഇതുകൊണ്ട് ചെല്ലുന്ന സമയത്തും 2-3 പ്രൊജക്ടുകൾക്ക് ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, ഇത് ഞാൻ അവരോട് എന്ത് പറയും, ഞാൻ അവരോട് സിനിമയിൽ ഇല്ലെന്നല്ലേ പറഞ്ഞേ. അപ്പൊ അങ്ങനെ പക്ഷെ അവരോട് ഞാൻ പറഞ്ഞു, ഇത് ഇത് ഇല്ലാന്ന് പറയണെങ്കിൽ ഇനി ദേവിക വേറെ ചെയ്യരുത് കേട്ടോ പറയുമ്പോ അതെനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല പറഞ്ഞു. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. വെരി ഹാർഡ് ടു സേ നോ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. പക്ഷെ എനിക്കിത് കേട്ടിട്ട് ഇപ്പം പണ്ട് മുതലേ ഇങ്ങനെ നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഡയറക്ടറോ അല്ലെങ്കിൽ പേര് പറയണമെന്നില്ല, പക്ഷെ എന്നാലും അവര് അങ്ങനെ നോ പറയുമ്പോ എന്തെങ്കിലും ഒരു ഉപദേശം, ഒരു മോഡിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം കിട്ടുന്ന അവസരങ്ങൾ കളയരുത്. പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ചെയ്യും. പി വി ഗംഗാധരൻ സാർ തന്നെ എന്നോട് പറഞ്ഞു, വളരെ റെസ്പെക്ട്ഫുള്ളോട്ട്. അന്ന് ഞാൻ കൽക്കട്ടയിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, എനിക്ക് പെർഫോമർ ആവണം, MA ഡാൻസാണ് ചെയ്യുന്നത്. ഇത് നല്ല റോളാണ്, അപ്പോൾ അത് പെട്ടെന്ന് അറിയപ്പെടും. ഞാൻ അറിയപ്പെടുക എന്നല്ലല്ലോ എൻ്റെ മോട്ടീവ്, പഠിക്കുക എന്നാണല്ലോ. സോ ആ പഠനകാലം വൺ ബിഗ് റീസൺ ഇസ് ഓൾസോ ഇത്രയും കാലം ഞാൻ ഐ ഹവ് എസ്റ്റാബ്ലിഷ്ഡ് മൈസെൽഫ് ആസ് എ പെർഫോമർ ഓൺ സ്റ്റേജ്. മറ്റേതിപ്പോൾ ഞാൻ ഇടക്കാലത്തോ സിനിമ ചെയ്തു വെച്ചാൽ സിനിമാ നടി ആയതുകൊണ്ട് ഇത്രയും പെർഫോമൻസ് ചെയ്ത് എൻ്റെ പെർഫോമൻസിനെ പോലും അണ്ടർ വാല്യൂ ചെയ്യും ആൾക്കാർ. നമ്മുടെ ഡാൻസർ കമ്മ്യൂണിറ്റി പൊതുവെ അങ്ങനെ പറയാറുള്ളത്. അവര് ഒരു ഫിലിം ഒരു ഡാൻസറാണ് സ്റ്റേജിൽ വെച്ചാൽ അവർ പറയും അവര് അതൊരു സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റലൈസ് തന്നെ ചെയ്യാറുണ്ട്. ആൻഡ് ദേ ആക്ച്വലി ഹാവ് എ വാലിഡ് റീസൺ. പക്ഷെ നമുക്ക് അത്രയും വർഷങ്ങൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോവുകയാണ്. ആൻഡ് ഇറ്റ് റിയലി ഷോസ് നമ്മൾ നിരന്തരം അപ്ഗ്രേഡഡ് ആവില്ല ഡാൻസിൽ. സോ ഇത് ഇത്രയും വർഷം എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10-50ഓളം വർക്ക് തന്നെ എൻ്റെ മാസ്റ്റർ പീസസ് ഉണ്ട്, എൻ്റെ സെൽഫ് കൊറിയോഗ്രാഫ്ഡ് വർക്ക്. പിന്നെ ഒരുപാട് വേറെ കാര്യങ്ങളും പ്രോജക്ട്സും ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്പേസിലേക്ക് വരുന്നത്. ആൻഡ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ എൻ്റെ വർക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ചുണ്ട്. സോ പീപ്പിൾ ഐഡൻറ്റിഫൈ മീ ആസ് എ പെർഫോമർ. ആൻഡ് ഒരു പെർഫോമർ ഇനിയിപ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് സ്പില്ലോറിയും ഡ്രാമയിലാവും, ഞാൻ ഒരു തിയേറ്റർ ചെയ്തിട്ടുണ്ട്, നാഗ സിനിമയാവും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി വന്ന് ചേരും. ഇനി ഇത് വന്ന് ചേർന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ സ്വയം ചിലപ്പോൾ ഒന്ന് ഉണ്ടാക്കുക തന്നെ ഉണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ചെയ്ത ചില ക്രോസ് ഓവറും ഷോർട്ട് ടോക്സ് എല്ലാം. സോ ദാറ്റ് ഈസ് ഓൾസോ ഫിൽം മേക്കിംഗ് ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ, റൈറ്റ്? സോ ഇത് എനിക്ക് തോന്നുന്നു എപ്പോഴായാലും ആൻഡ് ഇന്നത്തെ കാലം വളരെ കൺജീനിയലാണ്. ബിക്കോസ് പണ്ട് ഒരു സിനിമ മാത്രമുള്ളവർ ഇന്നിപ്പോൾ ഈ വളരെ പെർമിയബിൾ ആണ്. സോ യു ക്യാൻ ആക്ട്, യു ക്യാൻ സ്റ്റിൽ വർക്ക്, ഡോക്ടേഴ്സ് ആർ വർക്കിംഗ്, ഡയറക്ടേഴ്സ് ആർ ബിക്കമിങ് ആക്ടേഴ്സ്, അല്ലേ? യു ഹാവ് പീപ്പിൾ റണ്ണിങ് ബിഗ് ബിസിനസ് ഫേംസ് ഇടയ്ക്ക് വന്ന് ആക്ട് ചെയ്ത് പോകുന്നത്. സോ ഇത് ഇന്നിപ്പോൾ ഇതൊക്കെ നടക്കും. അഡ്വാൻസ് സ്റ്റഡീസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഇടയ്ക്ക് വന്ന് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലേ? പാഷനറ്റ് അബൌട്ട് ഇറ്റ്.
ഇപ്പം പണ്ട് മുതലേ ഇപ്പൊ ഞാൻ നേരത്തെ ഞാൻ അത്രയും ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം, അതായത് വളരെ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും നിലപാടുകൾ പറയുമ്പോഴും ഭയങ്കര ക്ലാരിറ്റിയാണ്. ആ ഒരു ക്ലാരിറ്റി എങ്ങനെ എങ്ങനെ സാധിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആർജിച്ചെടുത്തത്? ചെറുപ്പം മുതലേ കാര്യങ്ങളോടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, ചിലപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഞാൻ പറയില്ല. അത്രയും ക്ലിയർ ആയിട്ടുള്ള സാധനമേ ഞാൻ പറയുള്ളൂ. കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഐ കീപ് ക്വയറ്റ്. എനിക്കറിയില്ല എന്ന് പറയും, അല്ലെങ്കിൽ അത് അറിയാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ഇപ്പം പറഞ്ഞത് തന്നെ, അതായത് നമ്മളിപ്പോ പറയല്ലേ ഇപ്പൊ, അതായത് എന്തുകൊണ്ട് ഞാൻ ഇന്ന സാധനം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാൻ നോ പറയുന്നു. ഇപ്പം അതെനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഒന്നിലോ നമ്മൾ ഫോക്കസ്ഡ് ആണല്ലോ. ആ ഫോക്കസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു രീതിയിലും നമ്മൾ അതിൽ അത് കുറേ ഒരു എത്രയോ വർഷങ്ങളുടെ പ്രയത്നമാണല്ലോ. ഒരു പെർട്ടിക്കുലർ ജോൺറയിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡായി അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങുക, അതിൽ ആക്ടിവിസ്റ്റിക് വർക്ക് ചെയ്യുക, അതിൽ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ആയി ഇൻക്ലൂസിവിറ്റി കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ മുംബൈ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ആദ്യമായിട്ടാണ് ഇൻക്ലൂസീവും ആക്സസിബിലിറ്റി സെഗ്മെന്റ് ഈ ക്രോസ് ഓവർ നിമിത്തമാവുകയാണ്. ഇറ്റ് ചേഞ്ച്ഡ്. അപ്പം നമ്മൾ ഇവിടെ നമ്മൾ നമ്മുടെ ഫീൽഡിൽ ചെയ്യുന്ന ചേഞ്ചസ് അത് റിപ്പിൾ ഇഫക്റ്റ് ആയിട്ട് സൊസൈറ്റിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ ഫോർ ദ ഫസ്റ്റ് ടൈം NFDC എന്നെ ഇൻക്ലൂസീവ് സെഗ്മെന്റ് ഉണ്ടാക്കി ഫോർ ദ ഡിസബിലിറ്റീസ്. സോ ഇത് നമ്മൾ ഫോക്കസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പെനിട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ആദ്യകാലത്ത് അങ്ങനെയാണല്ലോ ഇൻഡെപ്ത് വർക്ക്. പക്ഷെ ഇത് കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന പോലെ എല്ലാ തത്വങ്ങളും ഏകദേശം ഒരേ തത്വത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ ഒന്നിലേക്ക് എത്തുന്ന പോലെ തന്നെ നമ്മളിനി നമ്മൾ ഏറ്റവും ഡീപ്പായി പോയാൽ ഫൈനലി മറ്റേതിൻ്റെ ഒരു പോയിന്റിൽ ആ ഡെപ്തിൽ നമ്മൾ എവിടെ എത്തും. ഇപ്പൊ കഥ ഇന്നുവരേക്ക് തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ബാക്കി ഇതിനകത്ത് ബീച്ചാട്ടൻ, പിന്നെ നിഖില വിമൽ, അനുശ്രീ, അനുമോഹൻ, ഹക്കീം, രഞ്ജി പണിക്കർ സാറ്, സിദ്ദിഖിക്ക, കോട്ടയം രമേശ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. പറഞ്ഞ പോലെ നമ്മൾ പ്രണയം ആണ് മെയിനായിട്ട് സിനിമയുടെ ഒരു ഇതെന്ന് പറയുന്നത്. ഒരു ഫാമിലി ലവ് സ്റ്റോറി മോഡിലുള്ള പടമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പ്രണയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രണയം ഉണ്ടാവും. ഇപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് ഒരു വൺ സൈഡ് ലവെങ്കിലും തോന്നാത്ത ആൾക്കാരില്ല. അപ്പോൾ അപ്പം ഒരിക്കലെങ്കിലും പ്രണയം തോന്നിയിട്ടുള്ളവർക്കെല്ലാം ഇത് കണക്റ്റ് ആവും ഏതെങ്കിലും തരത്തിലൊക്കെ. അങ്ങനത്തെ ഒരു പാക്കേജാണ്. അപ്പം ഒരാൾക്ക് തന്നെ പലരോട് പ്രണയം തോന്നാം, പല ഏജിലുള്ളവരോട് തോന്നും, പ്രായത്തിൽ മൂത്തവരോടോ താന്നവരോടൊക്കെ തോന്നാം. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഇതിനെ എന്താ പറയുക പല പോയിന്റ് ഓഫ് വ്യൂവിൽ വരാവുന്ന രീതിയിലുള്ളൊരു ആണ്. അപ്പോൾ അതാണ് പലതരത്തിലുള്ള ക്യാരക്ടറൈസേഷൻ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇതിലെ പാട്ടുകൾ ഇപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ പുതിയ ആളാണ്, വയലുള്ള ഫസ്റ്റ് പാട്ടാണ്, അശ്വിൻ ഹരി എന്നാണ് പേര്. 2-3 പാട്ടുകൾ അതിൻ്റെ കപിൽ കപിൽ, നിത്യാമാമൻ, പിന്നെ നമ്മുടെ ജീവനോസാറിൻ്റെ മകൻ അരവിന്ദ് അവരൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ വിദ്യാധരൻ മാഷി പാടിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഡയറക്ടർ തന്നെ പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. പാട്ടുകളൊക്കെ ഇപ്പം റിലീസാവും. അപ്പം പിന്നെ അത് കൂടാതെ ഇതിനകത്ത് നമ്മുടെ പഴയ ഒരു സിനിമയിലെ പാട്ട്, ഇത് നമ്മുടെ എങ്ങനെ നീ മറക്കും എന്ന സിനിമയിലെ ദേവദാരു പൂത്തു എന്നൊരു പാട്ട് ഇതിനകത്ത് വീണ്ടും നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഈ കഥയ്ക്ക് ഭയങ്കര കഥയും ആ പാട്ടുമായിട്ട് വളരെ ബന്ധമുണ്ട്. അതാണ്, അതായത് എന്താണ് ഒരു പക്ഷേ ആ പാട്ടാണ് ഈ സിനിമയുടെ ഈ കഥ ഉണ്ടാവുന്നത്. പാട്ടിൻ്റെ ഒരു വലിയൊരു കാരണമാണ് ആ പാട്ട്, ആ സിനിമയും പാട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ആ പാട്ടും ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു റൗണ്ട്, അതായത് കഥ ഇന്ന് വരെ എന്നാണ് റൗണ്ടിന്റെ പേര്. അപ്പം വിഷ്ണുവിന്റെ ഇതുവരെ ഉള്ള ലൈഫിനെ ഇപ്പം നമ്മൾ കഥ എന്ന് പറയുന്നത്, കഥ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെന്റ് ഏതായിരിക്കും? നാഷണൽ അവാർഡ് കിട്ടിയത്. പറ്റി അത് രണ്ട് ഇതായിട്ട് പറഞ്ഞു. ഞാൻ മേപ്പടിയാൻ എന്ന് പറഞ്ഞ എൻ്റെ ആദ്യത്തെ സിനിമ കുറേ ആഗ്രഹിച്ചു. ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് സിനിമ എന്ന് പറയുന്നൊരു പാഷൻ്റെ പുറത്താണ് ഞാൻ സിനിമ ചെയ്യാൻ വന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇതൊക്കെ മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടണം. ഒന്നാമത്തെ ഇതായിരുന്നു, ഫസ്റ്റ് പ്രയോറിറ്റി അതായിരുന്നു. രണ്ടാമത് ഇതെന്ന് പറയുന്നത് ആളുകൾ കണ്ടിട്ട് കുറ്റം പറയരുത്. അതായത് കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കുറ്റം പറയാനുള്ള ഇട ഉണ്ടാക്കരുതെന്നാണ്. കാരണം ഞാൻ ആരെയും കൂടെ അസിസ്റ്റൻ്റായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പം നേരെ നമ്മൾ സിനിമ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വരാം, പക്ഷെ അങ്ങനെ വരരുതെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ ഒരു കൊമേഴ്സ്യൽ സിനിമ എന്ന രീതിയിൽ ചെയ്തു.
പക്ഷെ സിനിമ വന്നതിന് ശേഷം വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ആദ്യത്തെ സിനിമ ചെയ്ത ഒരു ആളെ സംബന്ധിച്ച് കിട്ടേണ്ട എല്ലാം ആ സിനിമയിൽ എനിക്ക് കിട്ടിയതാണ്. ആ സിനിമ കാരണം ഒരുപാട് സിനിമ വിജയിച്ചു, മറ്റു കാര്യങ്ങൾ മാത്രമല്ല. അതിൻ്റെ ഒരു ആണ് ഞാൻ പറഞ്ഞത്. സിനിമ ഇതിന് ശേഷം റിലീസിന് ശേഷമാണ് നമ്മൾ ഒന്ന് രണ്ട് യാദൃശ്യമായിട്ട്, അതായത് നമ്മളങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമില്ല, ഫെസ്റ്റിവലിൽ അയക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഇന്ത്യൻ മൂവിയായി. അപ്പം തഷ്കൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിരുന്നു. പിന്നെ അങ്ങനെ കുറേ അതായത് ജെസ്സി ഡാനിയൽ എനിക്ക് ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ അവാർഡ് കിട്ടി, ഉണ്ണിക്ക് ഒന്ന് രണ്ട് ഇത് കിട്ടി. അങ്ങനെ ഏകദേശം 10-17 അവാർഡുകൾ ആ സിനിമയ്ക്ക് പല ഇതായിട്ട് കിട്ടി. ഒരുപാട് പല മേഖലയിൽ നമ്മുടെ സിനിമയിലെ തന്നെ ലെജൻസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ നല്ല അപ്രിസിയേഷൻ നമ്മളോട് പറയുന്നത് മാത്രമല്ല, അവർ പല പല വേദികളിൽ പല ഇൻ്റർവ്യൂകളിൽ സിനിമ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് ഈ പറഞ്ഞ വന്ന് നാഷണൽ അവാർഡ് വരെ ആ സിനിമയ്ക്ക് നമുക്ക് കിട്ടുന്നത്. ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ കിട്ടി. അപ്പം അത്രയും ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു മൊമെൻ്റ്, അതായത് ഞാൻ പറഞ്ഞ ഇപ്പം ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് മേടിക്കുക. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു 5 വർഷം അല്ല 6 വർഷം മുമ്പ് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഇതിൽ ബിസിനസ് കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇന്ത്യൻ പ്രസിഡന്റിനെ നേരിട്ട് കാണാമെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ സമയത്ത് നമ്മൾ പ്രസിഡന്റിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിക്കുന്ന ലൈഫിൽ, അതുമല്ല എനിക്കൊന്ന് ഇനി നമുക്ക് എന്തെങ്കിലും തരത്തിൽ അതിന് മുകളിലൊരു കാര്യം ജീവിതത്തിൽ കിട്ടുമെന്ന് ഇല്ല. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഡെബ്യൂ ഡയറക്ടർ അവാർഡായുണ്ട്. അത് ഇതാണ് എന്താ പറയുക, സ്വർണ്ണകമലാണ് അവാർഡ്. ബെസ്റ്റ് ആക്ടർ ആക്ട്രസ് പോലും രജത് കമലാണ്, അതായത് സിൽവർ മെഡലാണ്, മനസ്സിലായി. അപ്പം ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ, ഇത് മൂന്നിനാണ് എന്തുള്ളത്, ഈ സ്വർണ്ണ മെഡലുണ്ട്. അപ്പം അത് കിട്ടി. ഇനി അതിന് മുകളിൽ നമുക്ക് ചിലപ്പം ജീവിതത്തിന് ഒന്നും കിട്ടില്ല. അപ്പം അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അതേപോലെ ഒരു പെയിൻഫുൾ അല്ലെങ്കിൽ ഒരു സാഡ് ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഞാൻ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ ഞാനങ്ങനെ ഇപ്പോൾ ചുറ്റും ഇപ്പോൾ ഇൻ്റർവ്യൂ എന്നല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഉള്ളിലാണ്, അല്ല ഞാൻ ആരോടും അങ്ങനെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലല്ല. അതായത് അത് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മേപ്പടിയാനിൽ അങ്ങനത്തെ മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ അത് വന്നിട്ടുണ്ട്. അത് നമ്മളത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ അത് കണ്ടവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ സിദ്ദിഖ ഒരു ഇതുപോലെ FM ഇൻ്റർവ്യൂവിൽ റാൻഡമായിട്ട്, അപ്പം അന്ന് എനിക്ക് പുള്ളിയെ പരിചയം പോലും ഇല്ല, ആ സമയത്ത് പുള്ളി കൊടുത്തൊരു ഇൻ്റർവ്യൂവിനകത്ത് പുള്ളി അങ്ങനെ സിനിമ കണ്ട് കരയാറുണ്ടോ എന്ന് ചോദിച്ചപ്പം കഥ പറയുമ്പോൾ കണ്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുശേഷം റീസെൻ്റായിട്ട് ഞാൻ മേപ്പടിയാൻ കണ്ടിട്ട് കരഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയെപ്പോൾ ഇത്രയും വർഷമായിട്ട് നിൽക്കുന്നതിന് അങ്ങനെ ആൾക്കത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പം നമ്മളുടെ പെയിൻസ് കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുമല്ലേ. അതെല്ലാം ഇപ്പം ഇതിനകത്തും ഉണ്ട്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. ഹാപ്പി മൊമെന്റ് ഉണ്ടോ ഈ ലൈഫിലെ ഏറ്റവും ഹാപ്പി മൊമെന്റ് എന്ന് പറയുന്നത് ഈ പറയാം. പിന്നെ എനിക്ക് ഒരു പീരീഡ് ഭയങ്കര ഇതായിരുന്നു, അത് ഫുള്ളായിട്ട് ഉള്ള ഹാപ്പിനെസ്. ഞാൻ എന്തൊക്കെയോ സംഭവിക്കുന്നത്, അതായത് ഞാൻ എൻ്റെ കല്യാണം ആയിരുന്നു. അപ്പോൾ കല്യാണം നാളെ വെഡിങ് ആനിവേഴ്സറി, പക്ഷേ ആ കല്യാണത്തിന് 5 ദിവസം മുമ്പാണ് നാഷണൽ അവാർഡ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് ഒക്കെ ഭയങ്കര. ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു യാത്ര പോകുന്നത് ഈ അവാർഡ് മേടിക്കാനാണ്, ഞങ്ങൾ ഒരുമിച്ച് പോയത്. അപ്പം അങ്ങനെയൊക്കെ കുറേ എന്താ പറയുക ഭയങ്കര ആൾക്കാർ മറ്റൊരു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാർ മറ്റേ ഡ്രീം എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു പീരീഡാണ് ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള. അപ്പം ഞാൻ പല കാര്യം, ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ മറ്റേ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ എൻ്റെ കൂടെയുള്ളവർ പറയാറുണ്ട്, ഇത് ദൈവം എല്ലാം കൂടി ഇങ്ങനെ തന്നിട്ട് എനിക്ക് പണി തരാനാണോ എന്ന് അങ്ങനത്തെ ചിന്തിച്ചു പോകുന്നത്. ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഓക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ വീട്ടിലും മുകളിലത്തെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ താപ്പോട്ടിറക്കിയത് മറ്റേ സിനിമയിലൊക്കെ മറ്റേ ഇത് വരുന്ന അതേപോലത്തെ. അതായത് ഞാൻ അതിനകത്തൊരു സംഭവം എന്ന് വെച്ചാൽ താഴെ നമ്മുടെ 2 വണ്ടി വെയിറ്റിംഗ് ആണ്. ഒന്ന് നമ്മുടെ അസോസിയേറ്റ് ADs, മറ്റേത് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്. അതെന്ന് വെച്ചാൽ ഈ 2 ആളുകൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാനൊരു ആൻസർ കൊടുക്കണം. അപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവരെ ഇത്രയും പേര് വെയിറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് എന്ത് യെസ് കിട്ടുമോ നോ കിട്ടുമോ എന്ന് അറിയാനാ. യെസ് കിട്ടുമെങ്കിൽ അങ്ങനെ, നോ കിട്ടുമെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഷൂട്ട് മാറ്റി വെക്കുവോ, ഒരാളെ ഇനി കണ്ടുപിടിച്ചുകൊണ്ടൊന്നും ചെയ്യണ്ടേ. അങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും എന്താകാം. അപ്പം ഞാൻ മറ്റേ താഴെ വന്ന് ഗേറ്റ് തുറന്നു സെറ്റ്
കയറിക്കോ അങ്ങനെ അങ്ങനത്തെ ഒരു മൊമെന്റ് ആയിരുന്നു. അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് അത് ഉള്ളത്. ഞാൻ അറിഞ്ഞില്ല. കുറച്ച് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇപ്പം കഥ ഇന്ന് വരെ റൗണ്ട് പോവാണെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരിക്കും? പേഴ്സണൽ കഥ ഞാൻ ഈ എൻ്റെ ഒരു വർക്ക് ഞാൻ ഡെഫ് കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ അവരുടെ സൈൻ ലാംഗ്വേജ് ഉൾപ്പെടുത്തി എൻ്റെ വർക്ക് ഞാൻ അവർക്ക് പ്രസൻറ്റ് ചെയ്തപ്പോൾ ഞാൻ ആക്ച്വലി ഇത് പഠിക്കുമ്പോൾ ഞാൻ ആരുടെ അടുത്തും കാണിക്കുന്നില്ല. സോ ഇവരെൻ്റെ ഡെഫ് കുട്ടികൾ എൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഞാൻ ആ കഥ ആദ്യം അവരുടെ ലാംഗ്വേജിൽ നെറേറ്റ് ചെയ്യണം, സയൻസിൽ. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് അവർക്ക് മനസ്സിലാവണ്ടോ ഇല്ലേ എന്നുള്ളത്. റൈറ്റ്, ഒരു 5 സെക്കൻഡിൽ അവരിങ്ങനെ തലയാട്ടാൻ തുടങ്ങി. അപ്പോ അയ്യോ, ദാറ്റ് വാസ് എ ഗൂസ് ബം മൂമെന്റ്. ആ നടുവിലുള്ള വാൾസ്, ഇത്രയും വർഷമായില്ലേ ഞാൻ കളിക്കാൻ, ഞാൻ പ്രാക്ടീസ് ചെയ്യാനും സ്പീക്ക് മാക്കയിൽ ഒരുപാട് ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് വേൾഡ് വൈഡ് കൊടുക്കുന്നതല്ലേ. ആദ്യമായി നമ്മൾ തമ്മിൽ ആ വാൾസ് കെയിം ക്രംബ്ലിംഗ് ഡൗൺ. ആ ഡിസ്റ്റൻസിങ് കംപ്ലീറ്റ്ലി ഇറേസ്ഡ് ആയി. പിന്നെ എൻ്റെ വർക്ക് അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ആൻഡ് പിന്നെ ശരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആലോചിച്ചു, ഒരു പക്ഷേ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഏബിൾഡ് ആവുകയാണ്. അപ്പോൾ അതുവരെ ആക്ച്വലി നമ്മളാണ് ഡിസേബിൾഡ്. സോ അതായിരുന്നു ഐ തിങ്ക് മോസ്റ്റ് മെമ്മറബിൾ മൂമെൻറ്റ്. എൻ്റെ ഗുരുക്കന്മാരത് കണ്ടു പറഞ്ഞത്, ഇനി ഇതിൽ മീത് എന്താ ദേവിക വേണ്ടത്, I don't need any other award. അതൊരു feather in the cap എന്നെ പറയാം. That was, I think, one of ഈ അടുത്ത കാലത്തുള്ള happiest moment. ഗ്രേറ്റ്ഫുൾ ഹാപ്പിയസ്റ്റ് എല്ലാം എനിക്ക് തോന്നുന്നു. I am grateful. I became grateful as an artist. And ഇത്രയും കാലം മോഹിനിയാട്ടം ഒരു ചട്ടക്കൂടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആൾക്കാർ, ഞാൻ എൻ്റെ ഒരു 20 വയസ്സ് മുതൽ തന്നെ ഞാൻ എന്നെ സ്വയം വർക്ക് ചെയ്തിട്ടുള്ളൂ മോഹിനിയാട്ടത്തിൽ. റൈറ്റ്, സോ ഇപ്പോൾ more than 2 decades ആയി. സോ അന്ന് തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പേര് ആസ്വദിക്കുകയും അറ്റ് ദ സെയിം ടൈം ഈ ചില പ്യോറിസ്റ്റ് എന്ന് പറയാം, ഇത് ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, ഈ വിഷയം നമ്മളിതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം വിട്ട് അതായത് ആ ചട്ടക്കൂട് എന്നേ ബ്രേക്ക് ചെയ്തു. ബട്ട് ഈവൻ ഓഡിയൻസിൻ്റെ നമ്മൾ ഓഡിയൻസിൽ തന്നെ ഒരു ക്രോസ് ഓവർ ചെയ്തു. ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ കടന്നു. ഒരു എക്സൈറ്റഡ് moment? This is excitement also. No? This is also excitement and happiness. I would say one very blissful moment was and other bliss എന്ന് പറയാൻ കാരണം അതിൻ്റെ ബ്ലിസ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാശി എൻ്റെ മോൻ ആണ് എന്നെ ഇത്തരം സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. ഞാൻ കാശിയിൽ അവൻ എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഗംഗയിൽ അപ്പം ഞാൻ ഇങ്ങനെ, അഫ്കോഴ്സ് നദി എന്ന് പറയുമ്പോൾ ഉള്ളൊരു നാച്ചുറൽ ഫോഴ്സ് അല്ലേ. അപ്പോൾ ഞാൻ അന്ന് നല്ലോണം ഒഴുകുന്ന സമയം കേട്ടോ. ഇറ്റ് വാസ് ക്വൈറ്റ് ഫോഴ്സ്ഫുൾ. അപ്പോൾ ഞാൻ അപ്പുറത്ത് പോയിട്ടാണ്, അക്കരയ്ക്ക് പോയിട്ടാണ്. അപ്പോൾ സൂര്യനെ നോക്കി മുങ്ങി. പക്ഷെ ആ മുങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു ഉൾവിളി ഉണ്ടായിരുന്നു. ബി ഡിറ്റാച്ച്ഡ് എന്നുള്ളൊരു ഉൾവിളി ഫോർ എവറിത്തിങ്. ആൻഡ് but I'm so grateful for that experience. I think I have become a very different person after that. And that bliss is there. നമ്മളൊരു ഒബ്സർവർ ആയിട്ട് മാത്രം വളരെ സബ്ജക്റ്റീവ് അല്ലാണ്ട് ഒബ്ജക്റ്റീവായി നോക്കാനും, you're still ഒരു ലൈഫ് എന്നുള്ളൊരു ഹ്യൂമറാണ് എന്നുള്ളത് കണ്ട് കിട്ടിയ ഒരു മൊമെന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ സങ്കടം മൊമെന്റ്, സങ്കട മൊമെന്റ്സ് എല്ലാം, യുവർ എ മദർ, റിലേഷൻഷിപ്സ് എല്ലാം സങ്കടം ഉണ്ടായാണ്. പേരൻസിനോടായാലും അമ്മയെ ആലോചിച്ച സങ്കടമാണ്. എൻ്റെ മകനെ ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമാണ്. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ, ഐ തിങ്ക് അതാണല്ലോ ബോണ്ടേജ് എന്ന് പറയുന്നത്. അതൊന്നാണ് ഞാൻ പെട്ടെന്ന് ഡിറ്റാച്ച്മെന്റിലേക്ക് ഞാൻ വന്നത്. നമ്മൾ ഓവർട്ട്ലി സെൻസിറ്റീവ് ആവും. നമ്മുടെ സംസ്കാരത്തിലും ശരിക്കും മദർഹുഡ് എന്ന് പറയുന്ന ഒരു പ്രൊലോങ്ഡ് മദർഹുഡാണ് അല്ലേ. യു തിങ്ക് അബൌട്ട് ഇറ്റ്. ആനിമൽസിനെ ശ്രദ്ധിച്ചാൽ അവരുടെ ആ ജോലി ചെയ്യുന്ന സമയം അവരെ പ്രൊട്ടക്ട് ചെയ്തു കഴിഞ്ഞു. പലതും നമ്മൾ അവരിൽ നിന്ന് പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ കൾച്ചറിൽ ഈ മദർഹുഡ് എന്ന് പറയുന്നത് നമ്മൾ അനാവശ്യമായി പ്രൊലോങ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ്. സോ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക. ഇൻഡിപെൻഡൻ്റ് ആയിക്കഴിഞ്ഞ് നമ്മൾ പിന്നെ ഞാൻ പറയച്ച ആ ദൈവത്തെ വിശ്വസിക്കുക, ദാറ്റ് എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്.
സോ ആൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു സങ്കടം എന്നല്ല, അത് നമ്മളെപ്പോഴും ഒരു എൻ്റെ ഏറ്റവും വീക്ക് വൾണറബിൾ പോയിന്റ് ട്രിഗർ ചെയ്യുന്നത് അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും ഈ റിലേഷൻഷിപ്പ് ബോണ്ടിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം അഗെയിൻ ഗുരുവായൂർ അമ്പലനടയിൽ സക്സസ് പാർട്ടി സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞ ഒരു സെന്റൻസ് ആണ് ഇപ്പം വമ്പൻ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു സിനിമ വിഷ്ണുവായിട്ട് അനൗൺസ് ചെയ്തു. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും നമ്മുടെ അടുത്ത് പറയാമോ? അത് നമ്മൾ ആക്ച്വലി അത് ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഇതായിരുന്നു എൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് രാജുവേട്ടൻ ഇങ്ങനെ ഈ ഫംഗ്ഷനിൽ ഇന്നിപ്പം പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും വേറൊരു വലിയ കമ്പനിയും കൂടെ രണ്ട് ചേർന്നിട്ടാണ്. ഇത്തിരി ബഡ്ജറ്റൊക്കെ ഉള്ളൊരു വലിയ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവും. അതും വേറൊരു പ്രൊജക്റ്റും ഉണ്ട്. അപ്പോൾ 2 എണ്ണം പാരലി ലൈനപ്പിലുണ്ട്. നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മൾ കാത്തിരിക്കാം. ഇനി നമ്മളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് കഥ ഇന്ന് വരെ പറ്റി എന്താ പറയാനുള്ളത്? കഥ ഇന്ന് വരെ ഒരു ഫാമിലി ലവ് സ്റ്റോറി ജോണറിൽ വരുന്ന സിനിമയാണ്. പിന്നെ ആസ് എ ഡയറക്ടർ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതായത് കണ്ടിറങ്ങുന്ന ഒരാൾക്ക് മോശമായ അല്ലെങ്കിൽ മോശം പടം എന്ന് പറയാൻ പർപ്പസ്ഫുള്ളി പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തരുടെ ആസ്വാദന ലെവലനുസരിച്ച് ഭയങ്കര ഇഷ്ടപ്പെടാവുന്നവരുണ്ട്, ചിലപ്പോൾ ഓക്കെ എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ പല ഇതിലായിരിക്കും. പക്ഷെ മോശമെന്ന് പറയാൻ ഞാനൊരു ഇത് കാണുന്നില്ല അതിനകത്ത്. അതുകൊണ്ട് എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് കണ്ട് ആസ്വദിക്കാവുന്ന, സെപ്റ്റംബർ 20-ാം തീയതിയാണ് റിലീസ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. അപ്പോൾ മേപ്പടിയാൻ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു മേപ്പടിയാൻ ഇഷ്ടപ്പെട്ട ഓഡിയൻസിന് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാനത് നമ്മൾക്കൊരു ഫോക്കസ്ഡ് ആയിട്ടൊരു ഓഡിയൻസിലേക്ക് ഇത് തന്നെ ചെയ്തപ്പെടാം. എൻ്റെ ഐ തിങ്ക് ഫസ്റ്റ് ഒരു മെയിൻ സ്ട്രീം മലയാളം സിനിമയിൽ ബിഗ് ഫ്രെയിമിൽ ഞാൻ ഈ ഒരു ഞാൻ പറയുന്ന പോലെ പലപ്പോഴും നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ എല്ലാ വർക്കും. അതല്ലല്ലോ. യു ആർ സറണ്ടറിങ് യുവർ സെൽഫ് ടു, ആൻഡ് അതിനൊരു സുഖമുണ്ട്. വിഷ്ണുവിൽ ഞാൻ സറണ്ടർ ചെയ്തു. ആക്ച്വലി അദ്ദേഹം തന്നെയാണ് ഒരു ഡയറക്ടറിന്റെ കയ്യിലാണല്ലോ എല്ലാം കിടക്കുന്നത്. എസ്പെഷ്യലി നൗ ദീസ് ഡേയ്സ് അവർ പറഞ്ഞു തരുന്ന ഐ തിങ്ക് ഐ മാനേജ്ഡ് ഇറ്റ് ഓക്കെ. ആൻഡ് നല്ല ഇത്രയും ഒരു വലിയൊരു ഐ തിങ്ക് സ്റ്റാർ ഇതുണ്ടല്ലോ, കുറേ പേരുണ്ട്. സോ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആവട്ടെ. എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു ബാധ്യതയുള്ള ചില ആളുകൾ ഇപ്പൊ എനിക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം. അതായത് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് നീ ഇതിനാണോ ഇത്ര അങ്ങനെ ഒരു കുറെ പേര് എന്നോട് ചോദിച്ചു, ദേവിക അത് ദേവിക യെസ് എന്ന് പറയുന്നതിന്റെ അത്രയും ഭീകരമായിട്ടുള്ള ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനത്തെ ഒരു പ്രീ കൺസീവ് നോഷൻസ് വെച്ച് വരരുത്. അങ്ങനെ ഒരു പ്രീ കൺസീവ് നോഷനിൽ വെച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന വ്യക്തിയുമല്ല ഞാൻ. എന്നെ നല്ലോണം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സർപ്രൈസസ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ജസ്റ്റിഫൈ ചെയ്യുന്നത് തന്നെയാണ് വരയ്ക്കുന്നത്. ഇനി പറഞ്ഞാൽ ഭയങ്കര ആളുകൾ സ്വയമായിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഒരാൾ വരുമ്പം അതൊരു എന്തോ അല്ലെങ്കിൽ അവരിലേക്ക് അട്രാക്ട് ചെയ്ത് എന്തോ വലിയ അഭിനയ സാധ്യതകളെ കുറിച്ചാണ്. ഇപ്പം അങ്ങനെ അഭിനയ സാധ്യത ഞാനത് നോർമലി ഒരു സ്ത്രീ ബിഹേവ് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അങ്ങനെ പക്ഷെ ക്യാരക്ടറിന് ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.